കേരളത്തിലെ പച്ചക്കറി കൃഷി നാൾക്ക് നാൾ കുറഞ്ഞു വരിക്കുന്ന ഒരവസ്ഥയിലൂടെ നാം സഞ്ചരിക്കുന്നത്. പ്രധാനമായിട്ടും കർഷകർക്ക് മതിയായ വണ്ണം ഈൽഡ് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. വിവിധ പ്രശ്നങ്ങളാണ് പച്ചക്കറി കൃഷിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ രാസവളങ്ങൾ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് മാത്രം കർഷകർ തൃപ്തിപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലാണ് നാം സഞ്ചരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കാൽസ്യം പോലെയുള്ള ബോറോൺ, കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക് പോലുള്ള മൂലകങ്ങളുടെ ചെടികൾക്ക് നൽകുകയാണെങ്കിൽ നമുക്ക് വിളവ് 10 മടങ്ങ് വർദ്ധിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു കാൽസിബോൺ എന്ന് പറയുന്ന സസ്പെൻഷൻ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ലിക്വിഡ് ഫെർട്ടിലൈസറിനേക്കാളും കട്ടി കൂടിയ ഒരു ഫെർട്ടിലൈസറാണ്. ഇത് നന്നായി കലക്കിയതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്യാൻ സാധിക്കുള്ളൂ. കാൽസിബോണിൽ 18% നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ 8% നൈട്രേറ്റ് നൈട്രജനാണ്. അത് പെട്ടെന്ന് ചെടി വലിച്ചെടുക്കുന്നതിന് സാധിക്കും. മാത്രമല്ല ഇതിനകത്ത് 15% കാൽസ്യം ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്, 2% മഗ്നീഷ്യവും 0.5% ബോറോണും അടങ്ങിയിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ഈ കോവൽ പന്തലിൽ നമ്മൾ കയറുന്ന സമയത്ത് ഈ കാൽസിബോൺ നമുക്ക് 25 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി വേരുപടങ്ങളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം ചെടിയിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെമി ഡ്രഞ്ചിങ് രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല ഒരു റിസൾട്ട്, നന്നായി പന്തലിൽ പടരുന്നതിനും നന്നായി പുഷ്പിക്കുന്നതിനും കായ സെറ്റാകുന്നതിനും വലിപ്പമുള്ള കായകൾ ഉണ്ടാകുന്നതിനും രുചികരമായ കായകൾ ഉണ്ടാകുന്നതിനും രോഗപ്രതിരോധ ശക്തി ഉണ്ടാകുന്നതിനും സാധിക്കും. മാത്രമല്ല ഇത് പന്തലിൽ നന്നായി പടർന്ന് കഴിയുമ്പോൾ അതിനുശേഷം നമുക്ക് സ്പ്രേയിങ് ആയിട്ട് കൊടുക്കാൻ ഒരു സിങ്കും കാൽസ്യവും ബോറോണും അടങ്ങിയിട്ടുള്ള സിങ്കാബോർ എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻ്റൂടെ 25 മില്ലി 10 ലിറ്റർ കലക്കി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിലുള്ള നമുക്ക് വളർച്ചയ്ക്കും കൂടുതൽ ഉൽപ്പാദനത്തിനും ഇത് കാരണമാകും. ഇപ്രകാരം നമ്മൾ വേണ്ടുന്ന മൂലകങ്ങൾ വേണ്ട സമയങ്ങളിൽ നൽകുന്നതിലൂടെ ചെടികളുടെ ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിക്കുകയും ലാഭകരമായ കൃഷി നമുക്ക് കൈവരിക്കുന്നതിനും സാധിക്കും.